അതിന് ആ റിമോട്ടിഞ്ഞടേ നീ ആരെടുത്ത് ചൂടാവണത്? അവള് പറഞ്ഞിട്ട് പോയാട്ടില്ലേ, ഇവക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് രാവിലെ വൈകുന്നേരം വല്ലവന്റെ വായിക്കണം കെട്ടി പണിയെടുത്തിട്ട് ഇവളൊക്കെ വർത്താനം നന്ദിയില്ലാത്തോളൂ. നിന്റെ വായിൽ പണിയെടുക്കണാടി. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. നിങ്ങൾ 24 മണിക്ക് പണിയെടുത്ത് കഷ്ടപ്പെടുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം കാണിക്കുന്ന എന്നാലേ കുട്ടികൾ തിരിച്ചു വരുള്ളൂ. എനിക്ക് സ്നേഹമല്ലെന്ന് നിന്റെ ആരടി പറഞ്ഞത്? നിങ്ങൾ അതിന്റെ എന്ത് സ്നേഹം കാണിക്കുക? 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ 5 മിനിറ്റ് പിടിച്ച് കെട്ടിപ്പിടിക്കുന്നതോ? താഴെ കളിക്കാൻ വിടാം മക്കളെ കൂടെ. അത് ഇവിടെ ജനലി കൂടെ നോക്കണോണ്ട് എനിക്ക് പാവം തോന്നും. എല്ലാ മക്കളും വാപ്പന്മാര് വീട്ടിൽ വരുമ്പോൾ നോക്കിയിരിക്കുക, എനിക്ക് എന്തെങ്കിലും കൊണ്ടൊരു മുട്ടായി. ഇന്ന് വരെ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 5 പൈസ മുട്ടായി എനിക്ക് കൊടുത്തിട്ടുണ്ടാ. എന്നിട്ട് ഇപ്പൊ സ്നേഹിക്കണം വെച്ചാ. എനിക്ക് എന്റെ മോളെടുത്ത് സ്നേഹമുണ്ട്, എന്റെ മനസ്സ് നിറച്ച് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. കുട്ടികളെ സ്നേഹിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. മനസ്സിലുള്ള സ്നേഹം എത്രയാണെന്ന് കുട്ടികൾ അറിയണം വെച്ചാ. അവര് ആ സ്നേഹം പഠിക്കണം, എന്നാലും അവർക്ക് തിരിച്ചു തരൂ. സാരമില്ല, വർഷമായിട്ടുള്ള ശീലമല്ലേ, ഇപ്പൊ മച്ച മാറിയില്ലേ, അതുപോലെ അവളും മാറും. എനിക്ക് സ്നേഹം കാണിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, ഞാൻ അങ്ങനെ വളർന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് വളർന്നവനാണ്. നിങ്ങൾ എന്റെ ജീവനല്ലേ മച്ചാ. നമ്മൾ ആ മുട്ടായി കഴിച്ചില്ലേ, ആ മുട്ടായി ഒരു പ്രത്യേക ടേസ്റ്റ്. അത് എവിടെ നിന്ന് വാങ്ങിച്ചത്? അത് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. സർ, എന്തായിരുന്നു വേണ്ടത്? അതെ, എനിക്ക് കുറച്ച് നല്ല ചോക്ലേറ്റ് വേണം. സർ, ഇവിടെ ഉള്ളതെല്ലാം നല്ല ചോക്ലേറ്റുകളാണ് സർ. സർ, ഞങ്ങളെ പുതിയ പ്രവാസിപ്പെട്ടിയുണ്ട്. നാട്ടിൽ പോകുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് എല്ലാ ചോക്ലേറ്റും ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ പ്രവാസി പെട്ടി. സർ, ഐഫോൺ വേണ്ടേ? ഐഫോണോ? ഐഫോണല്ല, ഐഫോണിന്റെ ചോക്ലേറ്റ് ആട്ടോ. ഇവിടെ നിന്ന് 100 ദിർഹംസിന് എന്ത് പർച്ചേസ് ചെയ്താലും ഈ ഐഫോൺ ചോക്ലേറ്റ് വെറും 10 ബിറ്റ്സിന്. അജ്മാൻ മുവൈഹ 3 JRC ഗ്ലോബലിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്.